നിലവിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതായത് നമ്മുടെ നിയമങ്ങളിലും കോടതിയിലും എല്ലാം, ബഹുമാനപ്പെട്ട കോടതിയിലും നിയമങ്ങളിലും എല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ പറയാനില്ല. നമുക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും പ്രചാരണം പുനരാരംഭിക്കാൻ തന്നെയാണ് പാർട്ടി നിർദ്ദേശവും. അതുപോലെ തന്നെ മുന്നോട്ട് പോകും. നിലവിൽ താമസിച്ചിരുന്ന അമ്പലമുക്കിൽ വോട്ട് പേര് ചേർക്കാനായി നമ്മുടെ മേൽവിലാസം നൽകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, നമ്മളവിടെ സ്ഥിരതാമസക്കാരല്ല. എൻ്റെ സ്ഥിരമായുള്ളൊരു അഡ്രസ്സ് നമ്മുടെ കുടുംബ വീടാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് ഇരിക്കുമ്പോൾ നമ്മൾ വാടക വീട്ടിലെ അഡ്രസ്സിലേക്ക് വോട്ട് ചേർക്കില്ലല്ലോ. ഞാനെന്നല്ല, സാധാരണക്കാരായിട്ടുള്ള ആരും തന്നെ ചേർക്കില്ല. ഒരാൾ അവരുടെ വോട്ടുകൾ, ലോക്സഭാ വോട്ടുകൾ, നിയമസഭാ വോട്ട് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തു. അവർ വീട്ടുകാരവിടെ ജീവിക്കുന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ എത്രയോ കാലമായിട്ട് അവിടെ വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ആ കുട്ടിയുടെ ആധാർ, പാസ്പോർട്ട്, പിന്നേത രേഖ, എല്ലാ രേഖകളും ഒരു അഡ്രസ്സിലുള്ളപ്പോൾ ആ അഡ്രസ്സ് ലെജിറ്റിമേറ്റ് ആണെന്ന് എല്ലാവർക്കും പറയുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു കഥയുമായി പരാതിയുമായി പോയത്? അപ്പോൾ എന്തായാലും ഇത് CPM പറഞ്ഞ വാദം എന്തായാലും ബഹുമാനപ്പെട്ട കോടതി, ഞാൻ മനസ്സിലാക്കിയത് ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് പറയാനുള്ളത് CPM എന്ത് വേണമെങ്കിലും ചെയ്യാം, കാരണം അവർക്കത് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഇതാണ്. അവർ രാഷ്ട്രീയമായി പോരാടുന്ന രാഷ്ട്രീയം മറുപടി പറയാം. പക്ഷേ ഇതിന് ഒത്താശ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ഇലക്ഷൻ കമ്മീഷനിൽ നിന്നല്ലാതെ താഴോട്ട് ഈ പേപ്പറൊക്കെ വെരിഫൈ ചെയ്യുന്ന ചില മാന്യ അദ്ദേഹങ്ങളുണ്ട്. ആ മാന്യ അദ്ദേഹങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. ഇവിടെ ഒരാൾ മത്സരിക്കുന്ന ഒരു പെൺകുട്ടി, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരായ വീട്ടിലെ പെൺകുട്ടി 24-ാം വയസ്സിൽ മത്സരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മത്സരിക്കാനുള്ള ബേസിക് അവകാശം പോലും നൽകാതെ അവർക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള ജനരോഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു നന്ദി ഞാൻ ഇത് ചെയ്ത ആളുകളോട് പറയുകയാണ്. ഇത് കാരണം മുട്ടടയും തിരുവനന്തപുരം മാത്രം അണിഞ്ഞിരുന്ന വൈഷ്ണയെ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ജയിക്കാൻ പോകുന്ന കോർപ്പറേഷൻ സീറ്റ് വൈഷ്ണയുടെയാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്ത് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, എന്നെ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം സഹായിച്ച നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഒന്നാമതായി പറയേണ്ടത് ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ്. പിന്നെ നമ്മുടെ മൃദുലേട്ടനുണ്ട്, അഡ്വക്കേറ്റ് മൃദുൽ സാറുണ്ട്. പിന്നെ നമ്മുടെ അഖിലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ മൂന്നുപേർക്കും പ്രത്യേകിച്ചൊരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, നമ്മുടെ ലീഡർഷിപ്പിനായാലും പാർട്ടിയാണ് വലുത് എന്നുള്ളതാണ്. പാർട്ടിക്കും എല്ലാവർക്കും, ലീഡർഷിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം.